നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കളായിരിക്കുന്നത് മൂന്ന് രാജ്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. അതിലൊന്ന് പാകിസ്ഥാനാണ്, ഒന്ന് ചൈനയാണ്, ഒന്ന് അമേരിക്കയാണ്. ഈ അമേരിക്കയും ചൈനയുമായിട്ട് നമ്മൾ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും അത് ചില കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ അവരുമായിട്ട് കൈകോർത്ത് നിൽക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും അതായത് ഈ ആർമിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിഫൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യ ഇപ്പോഴും ചൈനയുമായും അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായിട്ടൊക്കെ മുഖം തിരിച്ചാണ് നിൽക്കുന്നത്. കാരണം അവർ ചൈനയും പാകിസ്ഥാനും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരു ആക്രമണം അതായത് ഇന്ത്യയിലോട്ട് ഒരു ആക്രമണം നടത്താം, ഇന്ത്യയെ ചതിക്കുന്ന രീതിയിലേക്ക് അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കങ്ങൾ നടത്താമെന്നത് ഉറപ്പാണ്. അമേരിക്കയുടെ കാര്യങ്ങൾ എടുക്കുമ്പോൾ അമേരിക്ക എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയെ ഏത് രീതിയിലേക്ക് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് താരിഫിൽ വർധന വരുത്താനും അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നതിൽ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുനിഷ്ഠ അമേരിക്ക ഒപ്പിച്ചു വെക്കും. അത് ട്രംപ് അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന കാലത്തോളം അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകും. ട്രംപ് മാറിക്കഴിയുമ്പോൾ അതെല്ലാം സാധാരണഗതിയിലേക്ക് മാറും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് രാജ്യ സുരക്ഷ തന്നെ ബാധിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ചൈന ഒരു ചാരവൃത്തി എന്നോണം അതായത് നമ്മുടെ തന്ത്രപ്രധാനമായ ഇന്ത്യൻ നേവിയുടെയൊക്കെ ഓരോ ഹെവി സെക്യൂരിറ്റി അല്ലെങ്കിൽ ഹൈ കോൺഫിഡൻഷ്യൽ സാധനങ്ങളെല്ലാം ചോർത്തിയെടുക്കാൻ വേണ്ടി ഒരു കാക്കയുടെ ശരീരത്ത് GPS ട്രാക്കറൊക്കെ ഘടിപ്പിച്ച് നേരെ ഇന്ത്യയിലേക്ക് വിട്ടിരിക്കുകയാണ്. അതായത് ഉത്തര കാനഡ ജില്ലയിലെ കാർവാർ തീരദേശത്ത് അതീവ സുരക്ഷാ നാവിക മേഖലയ്ക്ക് സമീപം ചൈനീസ് നിർമ്മിത ട്രാക്കിംഗ് ഉപകരണം ഘടിപ്പിച്ച കടൽ കാക്കയാണ് ഇന്ത്യൻ സേനാംഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് സുരക്ഷാ ഏജൻസികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വലിയ രീതിയിൽ തന്നെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രാഥമിക കണ്ടെത്തലുകൾ അത് ചാരപ്രവർത്തനമല്ല, ശാസ്ത്രീയ ഗവേഷണമെന്ന ഒരു നിലയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് അധികൃതർ പറഞ്ഞെങ്കിലും മേഖലയിലാകെ ജാഗ്രത പുലർത്തുന്നുണ്ട്. ബീച്ചിനടുത്തുള്ള തിമിക്ക ഗാർഡൻ മേഖലയിൽ ടാഗ് ഘടിപ്പിച്ച നിലയിൽ ഒരു കടൽ കാക്ക വിശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ആദ്യം ഇത് കാർവാർ ടൗൺ പോലീസാണ് ഈ സംഭവം ആദ്യം അന്വേഷിച്ചത്. അതിനുശേഷമാണ് NIA-ക്കും അതോടൊപ്പം തന്നെ ദേശീയ ഏജൻസികൾക്കും ഇത് നൽകിയത്. ഉപകരണത്തെക്കുറിച്ച് സംശയം തോന്നിയ അവർ വനംവകുപ്പിന്റെ മറൈൻ വിഭാഗത്തെ അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പക്ഷിയെ സുരക്ഷിതമായി പിടികൂടി ഉപകരണം പരിശോധിച്ചു. ചൈനീസ് അക്കാഡമി ഓഫ് സയൻസിന്റെ കീഴിലുള്ള റിസർച്ച് സെന്റർ ഫോർ എക്കോ എൻവയോൺമെന്റൽ സയൻസിന്റെ മാർക്കിങ്ങുകൾ ഈ GPS ട്രാക്കിൽ ഉണ്ടായിരുന്നു. അക്കാഡമികപരമായും അതോടൊപ്പം തന്നെ പാരിസ്ഥിതികവുമായ പഠനങ്ങൾ ഈ ഉപകരണം ഉപയോഗിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് ഇതെന്നാണ് അധികൃതർ പറയുന്നത്. കടൽക്കാക്കകളുടെ സഞ്ചാരം അതോടൊപ്പം തന്നെ ഭക്ഷണ രീതികൾ, ദേശാടന റൂട്ടുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കാനാണ് ട്രാക്കർ ഘടിപ്പിച്ചതെന്നാണ് കരുതുന്നത്. ചാരപ്രവർത്തനത്തിന് ഈ ഘട്ടത്തിൽ തെളിവില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. തീരദേശ മേഖലയുടെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് അധികൃതർ ജാഗ്രത പാലിക്കുന്നുണ്ടെന്നാണ് അവർ അറിയിക്കുന്നത്. കടൽക്കാക്കയെ നിരീക്ഷിക്കാനായി മറൈൻ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെട്ട ഗവേഷണ സ്ഥാപനവുമായി ഔദ്യോഗികമായി തന്നെ ഒരു ബന്ധപ്പെടൽ അല്ലെങ്കിൽ അവരുമായിട്ട് ഇപ്പോൾ ദേശീയ ഏജൻസികൾ അടക്കമുള്ളവർ ഒരു ആശയവിനിമയം നടത്തുന്നുണ്ട്. മേഖലയിൽ ഇത് ആദ്യമായല്ല ഇത്തരമൊരു സംഭവം നടക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ കാർവാറിലെ ബെത്കോൽ തുറമുഖത്തിന്റെ പരിധിയിൽ ട്രാക്കിംഗ് ഉപകരണം ഘടിപ്പിച്ച ഒരു പരുന്തിനെ കണ്ടെത്തിയിരുന്നു. ഇത് വന്യജീവി ഗവേഷണത്തിന്റെ ഭാഗമാണ് എന്നാണ് കണ്ടെത്തിയിരുന്നത്. എന്നാൽ നാവികസേനയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊന്നായ INS കദംബ അത് നാവികത്താവളത്തിന്റെ സമീപം കണക്കിലെടുക്കുമ്പോൾ അവിടെ ഒരു GPS ട്രാക്കിംഗ് ഘടിപ്പിച്ച ഒരു കാക്ക വരുമ്പോൾ ഗവേഷണത്തിന്റെ മറവിൽ മറ്റു വിവരങ്ങൾ പുറത്താക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ഉയർന്നിട്ടുണ്ട്. GPS ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള വന്യജീവി ട്രാക്കിംഗ് അത് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട ശാസ്ത്രീയ രീതിയാണെങ്കിലും പക്ഷിയെ കണ്ടെത്തിയ സ്ഥലം കണക്കിലെടുക്കുമ്പോൾ ഒന്നിലധികം ഏജൻസികൾ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കാരണം അത് ഇന്ത്യൻ നേവിയുടെ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. അപ്പോൾ എന്താണ് INS കദംബ എന്ന് ചോദിച്ചാൽ, കർണാടകയിലെ കാർവാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നാവികത്താവളമാണ് INS കദംബ. പടിഞ്ഞാറൻ കടൽ തീരത്ത് ഇന്ത്യയുടെ സമുദ്രശക്തി വർദ്ധിപ്പിക്കുന്നതിനായി തന്ത്രപ്രധാനമായ പ്രൊജക്ട് സീബേർഡ് പ്രകാരമാണ് ഈ സൈനിക താവളം വികസിപ്പിച്ചെടുത്തത്. 1986 അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് നാവികത്താവളത്തിന് തറക്കല്ലിട്ടത്. INS കദംബയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ നാവികസേനയുടെ സുപ്രധാന കേന്ദ്രമാണ് INS കദംബ. സൂയസ് കനാലിന് കിഴക്കുള്ള ഏറ്റവും വലിയ നാവിക കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് ഇവിടം. പ്രധാന യുദ്ധക്കപ്പലുകൾക്ക് ആതിഥ്യം നൽകാൻ കഴിയും. 2005 ഇത് കമ്മീഷൻ ചെയ്തത്.
INS വിക്രമാദിത്യ പോലുള്ള വിമാനവാഹിനി കപ്പലുകളെ ഉൾക്കൊള്ളാൻ INS കദംബയ്ക്ക് കഴിയുമെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ INS കദംബയിൽ കടൽക്കാക്കയുടെ മേൽ GPS ട്രാക്കിംഗ് ഘടിപ്പിച്ചാണ് ആ പ്രധാനവുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണ സ്ഥാപനം ഒരു പഠനം നടത്തിയത് എങ്കിലും അത് ചൈനയുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിലുകൾ, അതായത് ഇന്ത്യൻ നേവിയുടെ തന്ത്രപ്രധാനമായ ഡീറ്റെയിലുകളും INS കദംബയെ അടക്കമുള്ള നേവിയുടെ തന്ത്രപ്രധാനമായ രഹസ്യങ്ങൾ, അതായത് ചോർത്തിയെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണോ ഇതിന്റെ മറവിൽ എന്ന അടക്കമാണ് ദേശീയ ഏജൻസികളടക്കം ഇപ്പോൾ അന്വേഷിക്കുന്നത്.